മച്ചാമാരെ, ഇന്നത്തെ ദിവസം മാർച്ച് 8 2024. ഇന്ന് 2 പ്രത്യേകതയുണ്ട്. ഒന്ന് ലോക വനിതാ ദിനം, 2 ശിവരാത്രി. അപ്പോൾ ലോക വനിതാ ദിനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ വിമൻ, ആക്സലറേറ്റ് പ്രോഗ്രസ്. അതായത് പെൺപിള്ളേരെ പഠിപ്പിക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ക്യാഷ് സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ എന്തുണ്ടാവും? നന്മയുണ്ടാവും. നന്മയെന്നല്ല പറയേണ്ടുന്നത്, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. അങ്ങനെ എക്കണോമിക് മാത്രമല്ല, വിമനിന്, ഗേൾസിന് എഡ്യൂക്കേഷൻ കിട്ടുവാണെങ്കിൽ അവർ വളർത്തുന്ന കുട്ടികളാണെങ്കിലും ആ ഒരു ലെവലിലായിരിക്കും പിന്നീട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സമൂഹത്തിന് തന്നെ നന്മയുണ്ടാകും. അതാണ് ഈ പ്രാവശ്യത്തെ വിമൻസ് ഡേയുടെ തീം. അപ്പോൾ ഏതായാലും ഇന്ന് ശിവരാത്രിയും കൂടെ അല്ലേ. എന്നാൽ പിന്നെ ശിവരാത്രിയുടെ കഥ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ശിവരാത്രിക്ക് സത്യം പറഞ്ഞ 2 ഐതിഹ്യങ്ങളുണ്ട് ഞാൻ കേട്ടിട്ടുള്ളത്. ഒന്ന് ശിവപാർവതിമാരുടെ കല്യാണമാണ്, പാർവതി പരിണയമാണ്. 2 ശിവൻ മന്ദരപർവ്വതം പാലാഴി കടയുന്ന സമയത്ത്, മന്ദരപർവ്വതം ഉപയോഗിച്ച് പാലാഴി കടയുന്ന സമയത്ത് വാസുകിയുടെ ഉള്ളിൽ നിന്ന് വന്ന വിഷം ശിവൻ വിഴുങ്ങിയിട്ട് അത് ശിവൻ കഴിച്ചു കഴിഞ്ഞാൽ ശിവൻ ആപത്ത് വരുമല്ലോ എന്ന് വിചാരിച്ച് പാർവതി ദേവി നേരെ തൊണ്ടക്കേറി പിടിച്ച് ആ വിഷം അവിടെ തന്നെ തങ്ങാൻ കാരണമായ ആ ദിവസം രാത്രിയാണ് ശിവരാത്രി എന്ന് പറയുന്ന ഒന്നാമത്തെ ഐതിഹ്യം. അപ്പോൾ അങ്ങനെ പാർവതി ദേവി വേറെ പിടിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ വിഷം താഴോട്ട് പോയി ശിവൻ മരിച്ചാലോ. അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഉണർന്നിരുന്ന്, ഒരു രാത്രി മുഴുവൻ ഉണർന്നിരുന്നാണ് പാർവതി ദേവി അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തത്. ആ വിഷം പിന്നെ ഇല്ലാതായി. കാരണം അത് ശിവൻ്റെ വിശുദ്ധി ചക്രത്തിൻ്റെ പ്രവർത്തനം കാരണം ആ വിഷം ഇല്ലാതായി എന്നതാണ്. എങ്കിലും വിഷത്തിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്ന ആ കാഠിന്യം കൊണ്ട് ശിവൻ്റെ കണ്ഠം നീല നിറമായി. അതുകൊണ്ട് നീലകണ്ഠൻ എന്ന പേരും വന്നു. അപ്പോൾ അതാണ് ഒരു ഐതിഹ്യം. ഇനി എനിക്ക് പറയാനുള്ള എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐതിഹ്യമാണ് അടുത്തതായിട്ട് പറയുന്ന ശിവരാത്രി എന്ന പാർവതി പരിണയ രാത്രി. ശിവൻ്റെയും പാർവതിയുടെയും ലവ് സ്റ്റോറിയാണ്. എൻ്റെ ജീവിതത്തിലെ കാര്യം പറയുവാണെങ്കിൽ 2012 ആദ്യമായിട്ടൊരു ശിവപുരാണ യജ്ഞം കേൾക്കാനിടയായി. ഞങ്ങൾക്ക് എക്സാം നടക്കുന്ന സമയത്ത് ഇടയ്ക്ക് കുറച്ച് സമയം ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മഹാദേവ ക്ഷേത്രത്തിൽ, മരുതൂർക്കുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ ശിവപുരാണ യജ്ഞം നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അകത്ത് വരെ മൈക്ക് കേൾക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ പാർവതി പരിണയ കഥ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് പാർവതി പരിണയ കഥ യജ്ഞാചാര്യൻ പറഞ്ഞത്. പിന്നീട് ഓരോ വർഷവും ഈ കഥ ഓരോ രൂപത്തിൽ ഓരോരുത്തരുടെയും മുഖത്ത് നിന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പിന്നെ അതേപോലെ ശിവപുരാണ യജ്ഞം വായിക്കാനിടയായതുകൊണ്ട് അതിൽ നിന്നൊന്ന് വായിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്ക് 2019 ആയപ്പം പാർവതിയാവാൻ പറ്റി മരുതൂർക്കുളങ്ങര ശിവക്ഷേത്രത്തിലെ. അങ്ങനെ അത് ഒരു നീണ്ടകാല ആഗ്രഹം എന്ന് തന്നെ പറയാം. അപ്പോൾ ശിവപാർവതിമാരുടെ ലവ് സ്റ്റോറി എന്താണ്, അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ പാർവതിമാരുടെ ലവ് സ്റ്റോറി എന്ന് പറയുമ്പം സതി ദേഹത്യാഗം കഴിഞ്ഞ്, അതായത് ദക്ഷയജ്ഞത്തിൽ ദക്ഷൻ ശിവനെ വിളിച്ചില്ല എന്ന മഹാ അപമാനം പാർവതി ദേവിക്ക് സഹിക്കവയ്യാതെ, അന്നത്തെ സതീദേവിക്ക് സഹിക്കവയ്യാതെ സതീദേവി ഹോമകുണ്ഡത്തിൽ തൻ്റെ ശരീരം വളരെ ആത്മനിഷ്ഠയോടുകൂടി അഗ്നിയാൽ ദഹിപ്പിച്ചു. ഹോമകുണ്ഡത്തിലെടുത്ത് ചാടി എന്നല്ല, എന്നാൽ യോഗിനിയുടെ തപോബലം കൊണ്ട് ആ ശരീരം നശിച്ചുപോയി. അപ്പോൾ അങ്ങനെ അതിനുശേഷം കുറേ കാലം ഒരു കാട്ടാളനായി അലഞ്ഞ ശിവൻ തപസ് ചെയ്ത് പരിശുദ്ധനായ ആ കാട്ടാളനായി അലഞ്ഞ ശിവൻ വളരെ ജഡാധരനായിട്ട് അഴുക്കും പൊടിയും എല്ലാം പറ്റിപ്പിടിച്ച് വേറെ ബ്യൂട്ടിയിലൊന്നും അല്ലെങ്കിൽ സൗന്ദര്യത്തിലൊന്നും ഒരു എന്താ പറയുന്നത്, സൗന്ദര്യത്തിന് ഒരു മുൻതൂക്കം കൊടുക്കാതെ നടന്നിരുന്ന ആ ശിവനെ വീണ്ടും ദേവന്മാർ സമീപിക്കാൻ ഇടയായി. ദേവന്മാർ എന്തിനാണ് സമീപിച്ചതെന്ന് വെച്ചാൽ, അന്ന് ലോകദ്രോഹം ചെയ്തിരുന്ന അസുരനെ കൊല്ലാൻ വേണ്ടി സ്കന്ദൻ ജനിക്കണം, സുബ്രഹ്മണ്യൻ ജനിക്കണം. അപ്പോൾ
സുബ്രഹ്മണ്യൻ ശിവപുത്രന് ശിവതനയന് മാത്രമേ ഈ അസുരനെ കൊല്ലാൻ പറ്റൂ. അപ്പോൾ ദേവന്മാർ മഹാവിഷ്ണുവിനെയാണ് ആദ്യം സമീപിച്ചത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഉപായം, അതായത് ശിവൻ വീണ്ടും കല്യാണം കഴിക്കണം, എന്നാലേ താരകാസുര നിഗ്രഹം നടക്കൂ. താരകൻ എന്നാണ് ആ അസുരൻ്റെ പേര്. അപ്പോൾ ആ അസുര നിഗ്രഹം നടക്കണമെങ്കിൽ ശിവൻ വീണ്ടും കല്യാണം കഴിക്കണം. അതിനു വേണ്ടിയിട്ട് ആര് വേണം? സതീദേവി വേണ്ടേ? അപ്പോൾ ദേവന്മാരെല്ലാവരും കൂടെ ചേർന്ന് നേരെ ദുർഗയെ സ്തുതിച്ചു, ആദി പരാശക്തിയെ സ്തുതിച്ചു. അപ്പോൾ ദുർഗാദേവി അവർക്ക് വരം നൽകി, ഞാൻ വീണ്ടും ഹിമവാന്റെ പുത്രിയായി പാർവതിയായി അവതരിക്കുന്നുണ്ട്. അങ്ങനെ ഹിമവാന്റെ പുത്രിയായി അവതരിച്ച പാർവതി ദേവിയുടെ കഥകൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി പാർവതി പരിണയത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ പിന്നീട് പാർവതി പരിണയത്തിൻ്റെ ഏറ്റവും ആദ്യമായിട്ട് സംഭവിച്ച കാര്യമെന്ന് വെച്ചാൽ, ശിവൻ ഹിമാലയ പർവ്വതത്തിൽ തപസ്സിന് വരുന്നു എന്ന അറിവ് ഹിമവാന് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ പാർവതി ദേവിയെ ശിവനെ ശുശ്രൂഷിക്കാനായിട്ട് വിടുന്നു. ഇതൊന്നും ഞാൻ നീട്ടുന്നില്ല, ജസ്റ്റ് ഷോർട്ടായിട്ടൊന്ന് പറയുക. അപ്പോൾ അങ്ങനെ ശിവൻ അതിന് എതിർക്കാനുണ്ടായ കാരണം, ഇത്രയും സൗന്ദര്യമുള്ള ഒരാൾ എന്നെ ഈ ഒരു ദുരുദ്ദേശത്തോടു കൂടി ശുശ്രൂഷിക്കേണ്ട എന്ന മട്ടിൽ അതിന് എതിർക്കുന്നു. എങ്കിലും പാർവതി ദേവി തന്നെ ശിവഭഗവാനെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ ഇവർ തമ്മിൽ ഒരു ലവും ഒരു മാങ്ങാത്തൊലിയും ഉണ്ടാവുന്നില്ല. അപ്പോൾ എന്ത് ചെയ്ത് ദേവന്മാർ നേരെ കാമദേവനെ സമീപിച്ചു. കാമദേവൻ ദേവന്മാരുടെ ഇച്ഛയനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ പ്രകൃതിയിൽ തന്നെ ശരിയാക്കാൻ തുടങ്ങി. അതായത് പൂക്കളൊക്കെ വിടരുക, പിന്നെ നല്ല വസന്ത ഋതു ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കാൻ തുടങ്ങി. പിന്നെ കാമദേവൻ്റെ പ്രഭാവത്താൽ ശിവഭഗവാൻ കണ്ണു തുറന്നപ്പോൾ പാർവതി ദേവിയെ ഒന്ന് കണ്ടപ്പോൾ കാമദേവൻ്റെ ആ ഒരു കാമബാണത്താൽ ഭഗവാനുണ്ടായ പരിവർത്തനം എന്ന് പറയുന്നത് പാർവതി ദേവിയിൽ ഭയങ്കരമായിട്ട് ആകൃഷ്ടനായി. അപ്പോൾ പാർവതി ദേവിയുടെ എല്ലാ കാര്യങ്ങളും ശിരസ് തൊട്ട് പാദം വരെ വർണ്ണിക്കാൻ തുടങ്ങി. അപ്പോൾ പാർവതി ദേവിക്ക് ഇതെല്ലാം കേട്ടിട്ട് നാണവും വരുന്നു. അങ്ങനെ നാണിച്ചു നിന്ന പാർവതി ദേവിയെ വീണ്ടും ഭഗവാൻ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജസ്റ്റ് ഒരേ ഒരു നിമിഷത്തിൽ ഭഗവാൻ ബോധോദയം വരുന്നു. ഞാൻ ഇങ്ങനെയൊന്നും പറയേണ്ട ആളല്ലല്ലോ, എന്താണ് ഞാൻ ഇങ്ങനെ ഒരു യോഗിയായ ഞാൻ ഇങ്ങനെ അതിരുവിട്ട് പെരുമാറുന്നത് എന്ന് വിചാരിച്ച് ഭഗവാൻ നോക്കിയപ്പോൾ കാമദേവൻ നിൽക്കുന്നു. നേരെ കാമദേവനെ ഭസ്മമാക്കി. മൂന്നാം കണ്ണിൽ നിന്ന് അഗ്നിയാൽ ആ കാമദേവൻ ദഹിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഇതെല്ലാം കണ്ട പാർവതി ദേവി അവിടെ ഭയത്തോടു കൂടി നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഭഗവാൻ നേരെ പാർവതി ദേവിയെ എടുത്ത് പരുഷമായിട്ട്, നീ ഇനി എൻ്റെ അടുത്ത് പോലും വന്നു പോകരുത് എന്ന ഭയങ്കര ദേഷ്യത്തിൽ, നീ ആരാണ്, ഞാൻ ഇത്രയും പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട, നിനക്ക് സൗന്ദര്യമില്ല, ഒന്നുമില്ല. അങ്ങനെ പാർവതി ദേവിയെ വളരെ പുച്ഛിച്ച് താഴ്ത്തി ചവിട്ടി അരയ്ക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇതെല്ലാം ഇവർ രണ്ടുപേരുടെയും അഭിനയമാണ്. എന്താണെന്ന് വെച്ചാൽ സാക്ഷാൽ ശ്രീ പരമേശ്വരനായാലും പാർവതി ദേവിയായാലും ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. അപ്പോൾ അവരെന്ന് പറയുന്നത് ഈ പ്രപഞ്ച ശക്തിയാണ് എന്നാണ് വേദങ്ങളിലും എല്ലായിടത്തും പറയുന്നത്. ഇനി എൻ്റെ സ്വന്തം അഭിപ്രായം എന്താണെന്ന് ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോരുത്തർക്കും ഭക്തി ഓരോ പ്രഭാവത്തിലാണ് വരുന്നത്. ചിലർക്ക് ഭക്തി ഉണ്ടായിരിക്കും, ചിലർക്ക് ഭക്തി ഉണ്ടായിരിക്കത്തില്ല. ചിലർക്ക് ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കും, ചിലർക്ക് ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കത്തില്ല. അത് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ ഇത് ഏതായാലും ഞാൻ ഈ പുരാണ കഥ പറയുകയാണ്. എൻ്റെ ഭക്തിയോ എൻ്റെ ഈശ്വര വിശ്വാസമോ എന്താണെന്ന് മറ്റൊരാളുടെ അടുത്ത് പറയേണ്ടതായിട്ടുള്ള ആവശ്യം ഇപ്പോൾ ഉദിക്കുന്നില്ലാത്തതുകൊണ്ട് അത് വെളിപ്പെടുത്തുന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി നേരെ ആ കഥയിലോട്ട് തന്നെ പോവാം. ആ കഥയിൽ അങ്ങനെ പാർവതി ദേവിയോട് പരുഷമായ വാക്കുകൾ പറഞ്ഞ ശേഷം പാർവതി ദേവിക്ക് ഭയങ്കര സങ്കടം വന്നപ്പോൾ എന്ത് ചെയ്തു, നേരെ കരഞ്ഞുകൊണ്ട് ഹിമവാന്റെ അടുത്ത് തന്നെ പോയി. അപ്പോൾ അവിടെ നാരദ മഹർഷി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ശിവനെ നീ വരിക്കണമെങ്കിൽ തപസ് ചെയ്യണം. അങ്ങനെ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം പാർവതി ദേവി ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തപസ് ചെയ്യാനായിട്ട് പുറപ്പെടുന്നു. അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു പോകണ്ടെന്ന്. എങ്കിലും പാർവതി ദേവി കാഠിന്യത്തോടു കൂടി തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഉണങ്ങിയ ഇല മാത്രം ഭക്ഷിച്ചുകൊണ്ട് പാർവതി ദേവി ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് പരമശിവനെ തപസ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെയാണ് ദേവിക്ക് അപർണ എന്ന പേര് വന്നത്. അപർണ
എന്നുവെച്ചാൽ ഇല മാത്രം ഭക്ഷിക്കുന്നവൾ. അതാണ് ആ പര്യായത്തിന് കാരണമായത്. അങ്ങനെ അവസാനം പാർവതീദേവിയുടെ കഠിന തപസ്സാൽ ഈ ലോകം മുഴുവനും ചുട്ടുനീർന്ന അവസ്ഥയിലായി. അങ്ങനെ ദേവന്മാർ കൂടി പരമശിവൻ്റെ അടുത്ത് പോയി പറയുന്നു, പാർവതീദേവിയുടെ തപസ് ഒന്ന് അതിനൊരു ശാന്തി കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നു, ഞാൻ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്, സ്കന്ദൻ ജനിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ പാർവതീദേവിയെ കെട്ടിക്കോളാം, അത്രേ പറയുന്നുള്ളൂ. പക്ഷേ സത്യത്തിൽ പാർവതീദേവിയെ ശിവനെ പോലെ സ്നേഹിച്ച വേറൊരാളും കാണില്ല. അതാണ് എൻ്റെ ഗുഡൻസ്. അപ്പോൾ അങ്ങനെ പാർവതീദേവിയുടെ തപസ്സിനൊരു അന്ത്യം വരുത്താൻ വേണ്ടി പരമശിവൻ നേരിട്ട് പാർവതീദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ നിനക്കിഷ്ടമുള്ള വരം ചോദിച്ചോളൂ. അപ്പോൾ പാർവതീദേവി പരമശിവനെ തൻ്റെ പതിയായി ലഭിക്കണം എന്ന വരം ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ ശിവഭഗവാൻ അത് വരമായിട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ എന്നാൽ പിന്നെ നീ പരമശിവൻ അപ്പോഴേ പറഞ്ഞു തുടങ്ങുകയാണ്, എന്നാൽ പിന്നെ നീ എൻ്റെ കൂടെ കൈലാസത്തിൽ ഇപ്പോഴേ പോന്നോളൂ എന്ന് പറഞ്ഞു. അവിടെയാണ് ഒരു ട്വിസ്റ്റ് എന്ന് പറയാൻ, അത്രയും കാലം വരെ കഷ്ടപ്പെട്ട് തപസ്സനുഷ്ഠിച്ച പാർവതീദേവി ഇത്രയും കേട്ടപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഞാൻ വരണമെങ്കിൽ എന്നെ കല്യാണം കഴിച്ച് ഒരു ഘോഷയാത്രയോടുകൂടി ഹിമാലയത്തിലേക്ക് കൊണ്ടുപോകണം, കൈലാസത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ വെച്ച്, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് അച്ഛൻ്റെയും അമ്മയുടെ അനുവാദത്തോടു കൂടി എന്നെ കന്യാദാനം ചെയ്യപ്പെടുത്തി ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് പരമശിവൻ്റെ അടുത്ത് പറയുന്നു. പരമശിവൻ ആരായി? അങ്ങനെ എന്നാലും വരം കൊടുത്തതല്ലേ, അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് പരമശിവൻ നേരെ അപ്രത്യക്ഷനാവുന്നു. പാർവതീദേവി തിരിച്ച് ഹിമാലയത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് വരുന്നത് ഇവരുടെ കല്യാണ ഘോഷയാത്രയാണ്. അതാണ് ഏറ്റവും ആദ്യത്തെ കല്യാണം എന്നാണ് പറയുന്നത്. ഈ കല്യാണ ഘോഷയാത്ര വരുന്നതിന് മുന്നേ ആയിട്ട് ശിവനെ കുളിപ്പിക്കാനും ആ ജടയൊക്കെ ഇരുന്ന് അഴിച്ച് ശരിയാക്കണ്ടേ, അതിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ, മഹാവിഷ്ണു ഉൾപ്പെടെ, മഹാവിഷ്ണുവും ദേവന്മാരും എല്ലാവരും കൂടെ വളരെ പരിശ്രമിച്ച് നോക്കിയപ്പോൾ ഉണ്ട് മഹാവിഷ്ണുവിൻ്റെ അത്രയും സൗന്ദര്യത്തോടു കൂടി ഒരു മനുഷ്യൻ, ഒരു ഈശ്വരൻ. അപ്പോൾ രണ്ടുപേരുടെ സൗന്ദര്യത്തിന് ഈക്വലാണ് രണ്ടുപേരും. അപ്പോൾ അങ്ങനെ ആണ് ആ ഘോഷയാത്രയ്ക്കും പുറപ്പെടുന്നതും അങ്ങനെ ബാക്കി കാര്യങ്ങളും. അങ്ങനെയാണ് പാർവതി പരിണയം. മേനക ഒരുപാട് എതിർത്തെങ്കിലും ശിവൻ മേനകയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട്, മേനക എന്ന് പറയുന്നത് പാർവതീദേവിയുടെ അമ്മ ആദ്യമേ എതിർത്തത് കൊണ്ട് അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ശിവൻ ഒരുപാട് ഘോര രൂപങ്ങൾ കാണിച്ച് മേനകയെ പേടിപ്പിച്ചിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം മേനക ബോധം കെട്ടും വീണു. പിന്നീട് ശിവൻ തൻ്റെ തനി സ്വരൂപം പുറത്തെടുത്തു. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങനെ ആ കല്യാണം കൂടി. അതാണ് ശിവപാർവതി പരിണയം. അപ്പോൾ പാർവതീദേവി ഒരു ചെറിയ ആളല്ല. ഒരു വരം കിട്ടിയിട്ട് നീ എന്നെ വരിച്ചോളൂ, ഞാൻ നിന്നെ ഇപ്പോൾ കൈലാസത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ പോലും പാർവതീദേവി ഇത്രയും കണ്ടീഷൻസോട് കൂടിയേ അങ്ങോട്ട് പോയുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി ഒരു ഭയങ്കര സംഭവമാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട്, ആ ഒരു ശിവപുരാണ യജ്ഞത്തിലെ പാർവതി പരിണയത്തിൽ. അപ്പോൾ ഇതാണ് ശിവരാത്രിയുടെ വേറൊരു മാഹാത്മ്യം, വേറൊരു ഐതിഹ്യം. അങ്ങനെ ഈ 2 ഐതിഹ്യങ്ങളാണ് ശിവരാത്രിക്ക് ഉള്ളത്. ഹാപ്പി ശിവരാത്രി, ഹാപ്പി വുമൻസ് ഡേ. ഇനിയെങ്കിലും ഈ ലോകത്തുള്ള എല്ലാ വനിതകൾക്കും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടിയാൽ മതിയായിരുന്നു. എപ്പോൾ നടക്കുമെന്തോ അറിയില്ല. ടാറ്റാ.